ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ ഷെയറായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർ എല്ലാവരും കൂടെ ഒന്നിച്ച് നോമ്പ് തുറക്കണ ആദ്യത്തെ നോമ്പാണ് ഈ ഒരു നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കും ഒരു ക്യൂരിയോസിറ്റിയൊക്കെ തോന്നിയേക്കാം, പക്ഷേ റിയാലിറ്റി അതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഇക്കൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, അതായത് ഞങ്ങളുടെ അളിയൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആൾ കുറേ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. നാട്ടിൽ വരുവാണെങ്കിൽ കൂടിയിട്ട് നോമ്പിനും പെരുന്നാളിനൊന്നും ആൾ നാട്ടിലുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 10 years കൂടുതലായിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഇതുവരെ ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പിനിടയിൽ ആൾ ഇതുവരെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല നോമ്പിന്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആൾ നോമ്പിന് നാട്ടിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലി കംപ്ലീറ്റായിട്ട് ആദ്യമായിട്ട് നോമ്പ് തുറക്കുന്ന ആദ്യത്തെ നോമ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഞാനിത് രാവിലെ എണീറ്റ് നമ്മൾക്ക് കുറേ അലക്കാനുണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ അലക്കാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ബാച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇക്കയ്ക്ക് ഓഫീസിൽ പോകുമ്പോഴാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി, അങ്ങനെ ഇക്ക ഫ്രഷായി റെഡിയായി ഓഫീസിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഞാനത് ഓരോ പണികളായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വലിയ ഗ്രാൻഡായിട്ടുള്ള നോമ്പ് തുറന്നല്ല കേട്ടോ, നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി താഴത്ത് കുറച്ച് ചില്ലറ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഓരോ പണികളിലായിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിറയെ കൊതുകാണ്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ബാറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റ് വെച്ചിട്ട് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഇതിങ്ങനെ സൗണ്ട് കേൾക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നല്ല അലർജിയാണ് കൊതുക്, അതുകൊണ്ട് തന്നെ ഈ കൊതുകിനെ കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടിയുള്ള സ്ഥിതിയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ രാവിലെ എണീറ്റ് നമ്മളെ വാഷിംഗ് മെഷീനിൽ ഫസ്റ്റ് ബാച്ച് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ ബാറ്റ് ഇട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓൾറെഡി നമ്മളുടെ ടെറസിൽ കുറച്ച് ഡ്രസ്സസ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇതാ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി താഴത്ത് കുറച്ച് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ വീട്ടിലിതാ പുതിയ റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളെ വീട്ടിൽ ഇതിന് മുമ്പ് കുറേ റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. അത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു. ഇതിപ്പോൾ വീടിൻ്റെ സൈഡിലൊരു ചെടിച്ചട്ടിയിൽ ഉള്ളൊരു കുഞ്ഞു ചെടിയാണ് കേട്ടോ. ഉമ്മ ഈ ഉള്ളിൻ്റെ തൊലിയും മുട്ടയുടെ തോടൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷേ മുമ്പുണ്ടായിരുന്ന പോലത്തെ ആ നല്ല ഒരു പിങ്ക് കളറല്ല, ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് കളറിലുള്ളൊരു റോസാപ്പൂവാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മുകളിലേക്ക് വന്നപ്പോഴേക്കും നമ്മളെ വാഷിംഗ് മെഷീനിൽ ഫസ്റ്റ് ബാച്ച് അവിടെ അലക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ബാച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തും നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിച്ചുവാരൽ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചെരുപ്പൊന്ന് കഴുകിയിട്ട് ഇത് അവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ നോമ്പിന് ചൂട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഈ ചൂടിൻ്റെ ഒരു പ്രശ്നമേ അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലത്തൊക്കെ ഈ നോമ്പെന്ന് വെച്ചിട്ട് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കുന്നത് തന്നെ കേട്ടോ. കാരണം എനിക്ക് വീട്ടിലിരുന്നിട്ട് പോലും ഇപ്പം ഞാനൊന്ന് അടിച്ചു വാരി പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോഴേക്ക് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവുകയാണ്. അത്രയും ചൂടാണ് ഫീൽ ചെയ്യണത് ഇവിടെ. അപ്പോൾ ഈ നോമ്പ് നോറ്റ് വീട്ടിലിരിക്കണം നമ്മളെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പുറത്ത് പോയി ഈ വെയിലും കൊണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ അടിച്ചു വാരി നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് നന്നായിട്ട് വേർത്തിട്ട് ടയേർഡായിട്ട് കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമിൽ 2 ഫാനാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു ഓൾറെഡി ഒരു സീലിംഗ് ഫാനുണ്ട്, പിന്നെ ഒരു ടേബിൾ ഫാനും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ നോമ്പിന് യൂസ് ആക്കണത്. അപ്പോൾ ആ ഫാന് നമ്മൾ ടേബിൾ ഫാൻ ഒന്ന് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ ഇനി ഉപ്പ പുറത്ത് പോയി വന്ന സമയത്ത് ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യാനുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബീഫും ചിക്കനൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് വെള്ളത്തിലിട്ട്
ഒന്ന് പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിചാരിച്ചു ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിയൊന്നും കട്ട് ചെയ്യണ്ടല്ലോ. എനിക്ക് ആ ഉള്ളിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഉള്ളി ഇഷ്ടമാണെങ്കിൽ കൂടിയിട്ട് ഉള്ളിൻ്റെ സ്മെല്ല് എന്തോ ഒരു ഇറിറ്റേറ്റിംഗ് ആണ് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിൻ്റെ മുമ്പ് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഫില്ലിങ്ങിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്നു കേട്ടോ. ഇനി നമ്മളിതാ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും പിന്നെ മുന്തിരിയൊക്കെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫില്ലിങ്ങിന് സമൂസ കട്ട്ലറ്റിലേക്കൊക്കെ ഉള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇക്കാൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ജ്യൂസൊക്കെ റെഡിയായി ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടായി ചിക്കനിലേക്കുള്ള ചിക്കൻ ഇവിടെ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ സ്നാക്സിലേക്കുള്ള എല്ലാ ഫില്ലിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉന്നക്കായിലേക്കുള്ള പഴം ഇവിടെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റിലേക്കും സമൂസയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ സമൂസ പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമൂസൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഒരു സമൂസ അല്ല കേട്ടോ. ഇവിടെ ടൗൺ ഏരിയയിൽ ആണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു സമൂസ എനിക്ക് നമ്മളെ നോർമൽ സമൂസേനേക്കാളും ഭയങ്കര ഇഷ്ടം ഈ ഒരു സമൂസയാണ് കേട്ടോ. ഈ ഒരു സമൂസൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, പോയിട്ട് കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ്. ഈ ഒരു സമൂസ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ സാധാരണ കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സമൂസേനേക്കാളും എന്തായാലും ഇഷ്ടം ഈ ഒരു സമൂസനോടായിരിക്കും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു സമൂസക്ക് ഫാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ സമൂസൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഉന്നക്കായ ഒരു സൈഡിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ അവിടെ അടുക്കളയിൽ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ടും നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമ്മളെ മെയിൻ കോഴ്സിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കടായി ഉണ്ടാക്കുന്നതും കറി വെക്കുന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ വീട്ടിലൊരു പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ കോഴ്സിൻ്റെ വീഡിയോസൊന്നും അധികം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിനങ്ങനെ ഒരു പേര് പോലുമില്ല. ഇതൊരു പരീക്ഷണ വസ്തുവാണ് കേട്ടോ. കാരണം നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഫില്ലിങ്സ് പെട്ടെന്ന് തീർന്നുപോയി. അപ്പോൾ ഇനി ഫില്ലിങ്സ് ഉണ്ടാക്കുന്നതിനേക്കാളും ബാക്കി വന്നിട്ടുള്ള പഴം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് നമ്മൾ ഓൾറെഡി ബാലൻസ് വന്നിട്ടുള്ള പഴവും പിന്നെ ഒരു 3 മുട്ടയും കുറച്ച് ഏലക്കായും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ട് അതൊരു പാനിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു കേക്ക് പോലെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സംഭവം എന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അത് ഉന്നക്കായ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സമൂസ ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് മൊമെൻറ്റിലായതുകൊണ്ട് തന്നെ പിന്നെ നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടൈം ഇപ്പോൾ ഫുള്ളൊരു ഹറിബറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പരീക്ഷണ വസ്തു. പേരിട്ടിട്ടില്ലാത്ത പഴം വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. എന്തായാലും സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഫ്ലോപ്പൊന്നും ആയിപ്പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പേരിടാത്ത ആ ഒരു സ്നാക്കും കൂടെ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മൾ നോമ്പ് തുറക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. സമൂസ, കട്ട്ലറ്റ്, ഉന്നക്കായി, പിന്നെ പഴം വെച്ചിട്ടുള്ള ആ ഒരു കേക്ക്, മാംഗോ ജ്യൂസും ഗ്രേപ്പ് ജ്യൂസും കാരക്കയും. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്നിട്ടുള്ള നമ്മൾ ഫസ്റ്റത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാ അവിടെ റാഹത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു നോമ്പ് തുറയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.